എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമയായിരുന്നു. നല്ല ക്ലൈമാക്സ് എങ്ങനെയുണ്ട് എല്ലാവരും എല്ലാവരും നന്നായിരുന്നു. മേക്കിംഗ് ഇഷ്ടപ്പെട്ടോ? യെസ്, എങ്ങനെയുണ്ടായിരുന്നു? Beautiful script, beautiful making, very good, nice, and everybody acted super. നല്ല എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് ഇഷ്ടപ്പെട്ടോ? മേക്കിംഗ് നല്ലതാണ്. ഭയങ്കര ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു? ഓ ചിരിക്കാനും പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു? ചിരിക്കാനും പേടിക്കാനും എല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു സുമതിയാണ്. ഞാൻ അറിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. അഭിലാഷ് ചേട്ടൻ, വിഷ്ണു, പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ടീം നന്നായിട്ട് നല്ല റിവ്യൂസ് കേൾക്കുന്നു, നല്ല റിപ്പോർട്ട് കേൾക്കുന്നു, നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് പിന്നെ ഭയങ്കര പേഴ്സണലായിട്ടൊരു സന്തോഷം, എനിക്കൊരു സ്പേസ് കുറേ നാൾക്ക് ശേഷം ഞാനൊരു ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പോൾ എനിക്കത് പേഴ്സണലായിട്ട് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. വേറെന്താ പറയട്ടെ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ, ഗോകുൽ, എല്ലാവരും ഓൾ ടീം, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവട്ടെ. അല്ല 9 വർഷത്തിന് ശേഷമല്ലേ തിരിച്ചു വരുന്നത് മലയാള സിനിമയിലേക്ക്? 8 വർഷം. ഭയങ്കര സന്തോഷം. എന്നെ സുമതി വളവിലേക്ക് അഭിലാഷ് ചേട്ടൻ പിടിച്ചിറക്കിയതാ. അപ്പം ഒട്ടും വിചാരിക്കാതെ പെട്ടെന്നാണ് ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ ഒരു ക്യാമിയോ റോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് സപ്പോർട്ട് തന്നെയാണ് ഈ സിനിമ. ഇങ്ങനെ ഇന്നും ഈ നൈറ്റ് ഷോസ് എല്ലാം ഹൗസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ ടീം മീഡിയ ചെയ്യാത്തൊരു കാര്യമാണ്. 8 വർഷത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരുന്ന സിനിമയും കൂടാണ് സുമതി ഉള്ളത്. സിനിമകളിൽ അറിയാൻ എവിടെയാണ് ഇപ്പോഴാണ് ഒരുപാട് കുറച്ചൊക്കെ എന്താ ഹൊറർ എലമെന്റ്സോ? ചെറിയ കുട്ടികളെ ഞാൻ നന്നായിട്ട് കുറേ പേടിച്ച്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനകത്തുള്ള റൊമാൻസ് ആണെങ്കിലും ഹൊറർ ആണെങ്കിലും പിന്നെ അഭിനയിച്ച ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതെ 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 കുറേ സീരിയൽ ആക്ടേഴ്സിനെ ഇതിൽ കണ്ടതിൽ അതിലേറെ സന്തോഷം. ഞാനും അത്യാവശ്യം സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നതിൽ ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ട് ഇപ്പം പ്രേക്ഷകരുടെ കണ്ട സമയത്തൊക്കെ ആയാലും? ഭയങ്കര സന്തോഷമല്ലേ, എല്ലാവരും ഫാമിലിയായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നു. സിനിമ എൻജോയ് ചെയ്യാനുള്ളത്, അല്ലാതെ അത് പേപ്പർ മേനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനുള്ള നല്ല സിനിമ. കയറിയിരിക്കാൻ 2.5 മണിക്കൂർ ഓഡിയൻസിന് ഹാപ്പി ആവണേ, അതാണൊരു സിനിമ. എന്നെ സംബന്ധിച്ച് ഈ സിനിമ എല്ലാ തിയേറ്ററിൽ ചെല്ലുമ്പോഴും കൊച്ചുകുട്ടികളും പ്രായമുള്ളവരും ഒരുപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ സക്സസ്. സോ അതുകൊണ്ട് വെരി ഹാപ്പി. നല്ല കളക്ഷനുണ്ട്, നല്ല ഫാമിലി. ഇന്നത്തെ നൈറ്റ് ഷോസ് ഒക്കെ നോക്കുമ്പോഴും ഫാമിലി ഓഡിയൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തൊക്കെ ഡീഗ്രേഡിങ് ഉണ്ടായാലും സിനിമ ഇസ് ഡിഫറൻറ്റ്. സിനിമ ഇഷ്ടപ്പെടുന്ന നല്ലവരായ പ്രേക്ഷകർ നല്ലതിനെ എപ്പോഴും തിരിച്ചറിയും. അത് അങ്ങനെയാണ് നിൽക്കുകയും ചെയ്യും. ഗേറ്റിന് മുകളിലുള്ള സിനിമയുടെ വിജയം അല്ല, ആ ഡീഗ്രേഡിങ് തുടക്കം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പടം സ്ട്രോങ് ആയി, ആളുകൾ അത് ഏറ്റെടുത്തു. കാരണം ഇവിടുത്തെ ഡീഗ്രേഡിംഗ് ഒന്നും വർക്കാവില്ല എന്ന് പബ്ലിക്കിന് മനസ്സിലായി തുടങ്ങി. പിന്നെ ഈ ഡീഗ്രേഡ് ചെയ്യുന്നവർ ചെയ്യുന്നത് എന്താ, അവർ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അവർ കാശുണ്ടാക്കുക. അപ്പോൾ അവർക്കുള്ള കുടുംബത്തിന് ജീവിക്കാനുള്ള കുറച്ച് കാശ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ത്രൂ തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ നന്മ ആ പ്രൊഡ്യൂസർക്ക് കിട്ടും.
കാരണം ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഇപ്പോൾ 4ാമത്തെ ദിവസം 11 കോടി സംതിങ് ആണ് പടം കളക്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ്. അതാ പറഞ്ഞേ, ചില കാര്യങ്ങളുടെ തുടക്കമായിരിക്കും ഒരു പക്ഷേ ഈ സിനിമ തൊട്ട് ധീരതയ്ക്ക് നടന്നാലും സിനിമയെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു തുടക്കം ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും. ഒരുപക്ഷെ ഇതിന് മുന്നേ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഇതേപോലെ അവസ്ഥ ഉണ്ടായിരുന്നു, അവരും തിരിച്ചു കയറിയതാണ്. ഇതിന് ഇതിങ്ങനെ തന്നെ ആയിരിക്കും. നല്ല സിനിമകൾ ഇവിടെ ഓഡിയൻസ് വിജയിപ്പിക്കും. ഒരു റിവ്യൂ നോക്കിയായിരിക്കില്ല അവർ തിയേറ്ററിലേക്ക് വരുന്നത്. ഇത് ഞാൻ പറയുമ്പം ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കുറേ പേര് എന്നെ തെറി പറയായിരിക്കും. ആ തെറി പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത്, സിനിമ നശിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. സിനിമ അങ്ങനെ തന്നെ കാണും. ആ സിനിമയോടെ ഞങ്ങളും കാണും, ഞങ്ങളുടെ ഒപ്പം പ്രേക്ഷകരും കാണും. ഈ ടീമിന്റെ അടുത്തൊരു പടം എപ്പോഴും വരുന്നത് ഉടനെ തന്നെ കാണും. ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത പരിപാടി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഈ ടീം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതാണ് എൻ്റെ ഒരു ശരി. പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറയുന്നത് നൈറ്റ് സീൻസ് ആണ് കൂടുതലും. മീൻസ് മാണികപ്പുറത്തിലായാലും ഇപ്പോൾ സുമതിയോളായാലും നൈറ്റ് സീൻസ് ഭയങ്കര എറിച്ചിരിക്കുകയാണ് എപ്പോഴും. നൈറ്റ് സീൻസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്. ആ ചലഞ്ചുകൾ ഏറ്റെടുത്ത് ഞങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ട് പ്രേക്ഷകർ സന്തോഷമാവും. അപ്പം സുമതിളവിലാണ് ഏറ്റവും കൂടുതൽ 48 ദിവസം നൈറ്റ് ഷൂട്ട് ചെയ്തു. ആ എഫോർട്ട് എന്താണെന്നോ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എന്താണെന്നോ അറിയാതെ ഒരു സിനിമ കണ്ടിട്ട് വന്നൊരു മൊബൈൽ ഫോൺ ഓണാക്കി വെച്ച് അവിടെ നിന്ന് റിവ്യൂ പറയുന്നവർക്ക് വളരെ ഈസിയാണ്. അപ്പം ആ കഷ്ടപ്പാട് അറിയണമെങ്കിൽ അടുത്ത പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ റിവ്യൂവേഴ്സിനെ കൂടെ എൻ്റെ ലൊക്കേഷനിലേക്ക് വിളിക്കാം. അവിടെ വന്നൊരു 5 ദിവസം ജോലി ചെയ്യും. 6ാം ദിവസം അവർ കണ്ടിന്യൂ ആണ് ഞാൻ അവരെ അംഗീകരിക്കാം. 5 ദിവസം കൊണ്ട് അവർ തിരിച്ചു പോകും. കാരണം ഇതിൻ്റെ ഹാർഡ് വർക്ക് എന്താ, സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ പാഷനായിട്ട് ഇരിക്കുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിവർക്ക് വർക്കാവാത്തത് അവരുടെ കുഴപ്പമാണ്. ഇവരൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി വന്നിട്ട് ഒന്നും ആവാതെ പോയവരാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടി ഇവർക്കൊക്കെ ഉണ്ട്. ഈ പറയുന്ന എല്ലാ മെയിൻ റിവ്യൂവേഴ്സിനും ഞാൻ കണ്ടിട്ടുള്ളത് ചാൻസ് വെച്ച് മുന്നേ നടന്നിട്ടുള്ളവർ തന്നെ. അപ്പോൾ അവർക്ക് കിട്ടാത്തത് മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ ഉള്ള എവിടെയോ ഒരു ജലസി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ടോട്ടാലിറ്റി ഞാൻ പറയാം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇത് ആദ്യമൊക്കെ ചെറിയ വിഷമം തോന്നി, ഇതെങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ. ഇപ്പം ഞാൻ പറയുന്നു, ഇതിനോട് പ്രതികരിക്കാൻ സമയമില്ല. കാരണം ഈ സിനിമ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ സക്സസ് അടുത്ത സിനിമകൾ ഞങ്ങൾ തുടങ്ങുവാണ്. അപ്പം ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഇതിന് കുറേ സമയമില്ല. അത് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കോളും. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പടം നന്നായിട്ട്. അടുത്ത പടം ഇങ്ങനെ തന്നെ ആയിരിക്കും, ഫാമിലി ഓഡിയൻസിനോടുള്ള സിനിമ. അത് പ്രതീക്ഷിച്ച് അത് ഇഷ്ടമുള്ളത് തിയേറ്ററിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഈ പറയുന്നത് സുമതിയോളം ഇഷ്ടപ്പെടാത്തതും മാളികപ്പുറം ഇഷ്ടപ്പെടാത്തുള്ള ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാനുള്ള സിനിമ എൻ്റെ കയ്യിലില്ല. ആസ് എ റൈറ്റർ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ സിനിമ ഇപ്പോൾ കാണുന്ന ഓഡിയൻസിന് വേണ്ടിയാണ്. അത് തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട്. തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇപ്പോൾ 2 പടങ്ങളിലും ബ്രോ ചെയ്തതാണ്. അല്ല, അതാ പറഞ്ഞത്, അവരാണ് നമ്മുടെ ബലം. മാക്സിമം ഫാമിലീസ് ആണ് കയറിയിട്ടുള്ളത് 2 പടത്തിൽ. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് കാണുമ്പോൾ പടം ഇഷ്ടപ്പെടണം. ആ കണ്ണിലൂടെ ഞാൻ സിനിമ ചെയ്തത്. അല്ല, എൻ്റെ മക്കൾ ഇഷ്ടപ്പെടണം. ആ കണ്ണിൽ കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് 90% ഓഡിയൻസും അതാണ്. 10% പേരാണ് ഇതിനോടൊന്നും ഒരു വിലയില്ലാതെ, അല്ലെങ്കിൽ ഫാമിലി സിനിമകൾ ഫാമിലിയായിട്ട് അതിനുള്ളൊരു വില ഉണ്ട്, അത്രേ ഉള്ളൂ. കാണുന്നുണ്ടോ? മുടിവളവില് ഗോകുലേട്ടനെ കണ്ടപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ഭയങ്കര ചായ ഫീൽ ചെയ്തു. ബ്രോ ഈ ചോദ്യമല്ലേ നേരത്തെ അവിടെ ചോദിച്ചത്? മറ്റേ ആറ്റിറ്റ്യൂഡൊക്കെ അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. അച്ഛൻ്റെ മകനല്ലേ? അങ്ങനെയല്ല, that's his son. So മികച്ചൊരു കഥാപാത്രമായിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു സിനിമയിൽ അഭിനയിച്ചവരിൽ. കാരണം അവരുടെ ഭയങ്കര മാറ്റമാണ് മറ്റു സിനിമകളെ വെച്ചു. മുൻപ് അഭിനയിച്ച കഥാപാത്രക്കാരെ ഗോകുലേട്ടന് ഭയങ്കര മാറ്റമാണ് സിനിമയിൽ വന്നിട്ട്. ഭയങ്കര ഗോകു എന്നൊരു ആക്ടർ, ഗോകുൽ സുരേഷ് എന്ന ആക്ടറും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ആൻഡ് ഇപ്പോൾ ഐ തിങ്ക് ഈസ് കംപ്ലീറ്റഡ് അബൌട്ട് 10 years now. 9-10 years ആയി ഇൻഡസ്ട്രിയിൽ. എല്ലാ ആക്ടേഴ്സിനെ പോലെയും ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ പിന്നെ വേറെ നമ്മൾ 5 സിനിമ ചെയ്യുമ്പോൾ 500 സിനിമ ചെയ്തതിൻ്റെ റേഞ്ച് പ്രതീക്ഷിക്കരുത്. ആസ് എ പെർഫോമർ ആൻഡ് ഓൾസോ ആസ് ക്യാരക്ടേഴ്സ്, നമ്മൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും തരുന്ന റോൾസ് അല്ലേ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഓരോരോ വർക്ക് കഴിയും തോറും വേറെ ടൈപ്പ് റോൾസ് വരും, അതിൽ പൊട്ടൻഷ്യൽ തെളിയും. ഇങ്ങനെ എൻ്റെ ചേട്ടൻ്റെ കാര്യം മാത്രമല്ല, പല ആക്ടേഴ്സും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാവുന്ന, അതായത് ഇപ്പോൾ അംഗീകാരം ഉണ്ടാവുന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ചേട്ടൻ ഇതിന് മുന്നേയും വളരെ നല്ല പെർഫോമറായിരുന്നു. ഇപ്പം അംഗീകാരം കൂടുതൽ കിട്ടുന്നു. ദാറ്റ്സ് റെക്കഗ്നിഷൻ. ദാറ്റ്സ് ഓൾ. ചേട്ടൻ്റെ വർക്ക് എന്നും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുക. അംഗം അട്ടഹാസം, ആക്ഷൻ, മെയിൻലി ആക്ഷൻ. അപ്പം നല്ലൊരു കംബാക്ക് വന്നിരിക്കുകയാണ് മലയാളത്തിലേക്ക്. എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? കംബാക്ക് എന്ന് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ അയ്യോ ഞാൻ ബാക്കിലേക്ക് ഇറങ്ങി പോകുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു ഇത്രയും നാൾക്ക് ശേഷമാണ് ഒരു മൂവിയിൽ പാട്ടാവുന്നത്. അപ്പം അഭിലാഷ് പിള്ളയുടെയും അഭിലാഷ് ഏട്ടൻ്റെയും വിഷ്ണുവിൻ്റെയും പടത്തിലെ കൂടെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട്. മുമ്പ് ഞങ്ങൾ റിവീൽ ചെയ്തു, വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ മൂവിയിൽ, ശശങ്കർ സാറിൻ്റെ മൂവിയിൽ ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഒരു മന്ത്രമോദരം എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സെറ്റിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് വിഷ്ണു എന്നുള്ള അറിയുന്നത്. അങ്ങനെ കുറേ കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി ഈ മൂവി സംഭവിച്ചത്. ഒത്തിരി സന്തോഷം. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക. നല്ല പടം, നിങ്ങൾ നല്ല രീതിയിലേക്ക് അതിനെ അഭിലാഷേണ്ടാണ് എന്നെ വളവിലേക്ക് ഇറക്കിയത്. അല്ല, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. എനിക്കൊന്ന് ആനന്ദ് ശ്രീബാല ഞാൻ ആലോചിച്ചതാണ്, അപ്പം സമ്മതിച്ചില്ല. അപ്പോൾ സുമതികളെ ഇനിയിപ്പം കണ്ടിന്യൂസ് ഇവിടെ കാണും ശ്രീബാല അല്ലേ. സോ ഹാപ്പി. കാരണം ഭാമനെ കാണുമ്പോൾ തിയേറ്ററിൽ എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ ക്യാരക്ടറിന് ഭാമന്നിട്ട് സോ മച്ച്. അല്ല, തിയേറ്ററിൽ തുടരും കഴിഞ്ഞതിന് ശേഷം അതെ ഫാമിലി ഒരു പടം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പടം. അഭിലാഷ് അതിനെ പറ്റി സംസാരിക്കും. നമ്മൾ എല്ലാ തിയേറ്ററിൽ പോകുമ്പോൾ അതല്ലേ പറയുന്നത്. മാളികപ്പുറ സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മാളികപ്പുറത്ത് വരുന്ന യൂത്തിനെക്കാട്ടി കൂടുതൽ ഫാമിലി, അച്ഛൻ അമ്മ മക്കളാണ്. ഇത് അതേ സിനാരിയാണ് ഇതിലുള്ളത്. തുടരും കാണാൻ പോകുമ്പോൾ നമുക്ക് അത് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് സിനിമ തന്നെയാണ് സുമതിയോളവും. ഇതിൻ്റെ തുടക്ക ദിവസങ്ങളെ കുറച്ച് ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ യങ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും ഒരുപോലെ വർക്കായൊരു സിനിമയാണ്. പിന്നെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഫാമിലി ഓഡിയൻസ് തിരിച്ചു വന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. 4 ദിവസത്തെ കളക്ഷൻ, ജെനുവിൻ കളക്ഷൻ, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ അടക്കം അറിയാവുന്ന ജെനുവിൻ കളക്ഷനാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങൾ അത് ഇനിയും കൂടുമെന്നതിനാണ് പ്രതീക്ഷ. ഉറപ്പായിട്ടും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളീസ് നല്ല സിനിമയ്ക്കൊപ്പം നിൽക്കാറുണ്ട്, ഞങ്ങളോടൊപ്പം നിൽക്കും. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന അൺവാണ്ടഡ് കമൻറ്റ്സ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അതായത് ഇങ്ങനത്തെ സിനിമ ചെയ്ത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ള സംഭവം. ഞാൻ ഉറപ്പിച്ചു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ ഈ സിനിമ കാണാൻ ഫാമിലി ഓഡിയൻസ് ഉള്ളിടത്തോളം കാലം ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ കഥകൾ തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്റ്റൈൽ അതാണ്. അത് ഇഷ്ടപ്പെടുന്നവർ കണ്ടോട്ടെ. അത് ഇഷ്ടപ്പെടാത്ത ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് റിവ്യൂ പറയാതിരിക്കുന്ന ആരും തന്നെ ആ സിനിമ കാണാൻ വരണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ റിവ്യൂ പറയുന്ന ചേട്ടന്മാരും അവരുടെ യൂട്യൂബ് ചാനലിൽ ഈ കണ്ടന്റ് ഇട്ട് കാശുണ്ടാക്കുകയാണ്. ആ കാശെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറക്കിയ കാശ് വെച്ചിട്ടാണ് അവനും കാശുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പുണ്യം പ്രൊഡ്യൂസർക്ക് കിട്ടും. കാരണം ആ റിവ്യൂവേഴ്സിൻ്റെ കുടുംബത്തിന് കിട്ടുന്ന കാശ് അവരുടെ കുടുംബം പച്ചരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലെ കുറേ പേര് എടുത്ത എഫോർട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ കുടുംബവും നന്നായി തന്നെ ജീവിക്കട്ടെ. താങ്ക് യു. എങ്ങനെയാണ് എക്സ്പീരിയൻസ് പ്രേക്ഷകരുടെ കണ്ടപ്പോൾ? ഞങ്ങൾ ഓൾറെഡി ഓഡിയൻസിൻ്റെ ഒപ്പം തന്നെയാണ് കാണുന്നത് ആദ്യം മുതലേ. അപ്പം ഓൾറെഡി നല്ല റിവ്യൂസാണ് വരുന്നത്. ഹാപ്പിയാണ് ഞങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഇത്രയും എന്താ പറയുക നല്ല റിവ്യൂസ് കേൾക്കുന്നു, ഫാമിലീസ് കയറുന്നു. ഇപ്പം 4 ദിവസം കൊണ്ട് 11 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാട്ടിലും ലവ് കിട്ടുന്നുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊന്നും എന്താ പറയണ്ടേ അറിയില്ല. ഇത്രയും ദിവസം കൊണ്ട് ഇത്ര ആൾ കയറുക, ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ഇനി അങ്ങനെ പോട്ടെ കുറച്ച് ദിവസം കൂടി. എങ്ങനെയുണ്ട് ഇപ്പോൾ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്? സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും ഫാമിലീസ് ഒരുപാട് കയറുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരൊക്കെ പോയപ്പോൾ രാത്രിയൊക്കെ ഷോസ് ഹൗസ്ഫുൾ. മൺഡേ രാവിലെ ആൾക്കാർ കുറവായിരുന്നു, പക്ഷേ മൺഡേ രാത്രി ഇപ്പോൾ വനിതാ വിനീതിയിലൊക്കെ 2 തിയേറ്ററും ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞു. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് പോയി, തൃശ്ശൂർ പോയി. അപ്പോൾ എല്ലാവരും കാണുന്ന ഫാമിലീസിനെയാണ്. പക്ഷേ 2 അഭിപ്രായം ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചില സുഹൃത്തുക്കൾക്ക് അവർ ഭയങ്കരമായിട്ടുള്ളൊരു ഹൊറർ ഫിലിമൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാർക്ക് എടാ എന്നെയൊക്കെ വിളിച്ചിട്ട് എടാ അതൊരു ഫാമിലി പരിപാടിയാണ്, നമ്മൾ വിചാരിച്ചൊരു സാധനമല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചവരുണ്ട്. എന്നാൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ വല്യമ്മമാരും ഇവരൊക്കെ പല സ്ഥലത്തും വിളിച്ചിട്ട് അയ്യോ ഞങ്ങൾ 2ാമത്തെ തവണ പോകാമെന്ന് പറയുന്നവരുണ്ട്. സോ ഇവരുടെ ചാലഞ്ച് ഈസ് ടു ഗെറ്റ് ഇറ്റ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. എന്ന് പറഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യുന്നൊരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിലേക്ക് ഇത് കൃത്യമായിട്ട് ഇവർ എത്തിക്കുക എന്നുള്ളത് ഇവരുടെ ദൗത്യമാണ്. കാരണം നമുക്കൊരു ഫുഡ് ഇഷ്ടമാണെങ്കിൽ ആ ഫുഡ് ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് അടുത്തിക്കുന്നത്, ആ ഫുഡ് ഒട്ടും കഴിക്കാത്ത ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ അതാണ് അവരുടെ ചാലഞ്ച്. ബട്ട് ഐ എം ഹാപ്പി അങ്ങനെ ഒരു ഓഡിയൻസിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതും ആ ഓഡിയൻസ് ഒരു തരക്കേടില്ലാത്ത കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും. കാരണം ഇതൊരു വലിയ ബഡ്ജറ്റ് ഫിലിമാണ്. സോ നീഡ്സ് എ സർട്ടൻ കളക്ഷൻ. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഗോപിയുടെയൊക്കെ യാത്രയിൽ പലപ്പോഴും ചാലഞ്ചാണ്. കാരണം ആദ്യം സിനിമയിൽ വരുന്നു, പിന്നെ ഡോക്ടറായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നു, പിന്നെ തിരിച്ച് വീണ്ടും മീഡിയയിൽ വരുന്നു, സീരിയൽ ചെയ്യുന്നു, അത് കഴിഞ്ഞ് സിനിമയിൽ കയറുന്നു. പല ആൾക്കാരും ഡോക്ടർ ആയതിനു ശേഷമാണ് ആദ്യമായിട്ട് സിനിമയിൽ കയറുക. ഇത് ഇവിടെ വന്ന് തിരിച്ചു പോയി പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും ഫിലിം കയറുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. കാരണം എനിക്കറിയാം, ഞാൻ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഞാൻ പ്രേതം കഴിഞ്ഞ് മാറി നിന്നപ്പോൾ മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ഇനി എത്ര ബുദ്ധിമുട്ട്. ഞാൻ തെലുങ്ക് തമിഴ് എന്ന് പറഞ്ഞ് പോയപ്പോൾ അവിടെയാണ് എനിക്ക് സിനിമ കിട്ടുന്നത്, ഇവിടെ അല്ല വരുന്നത്. അപ്പോൾ ഐ നോ ദ ഡിഫിക്കൽട്ടി. ഒരു സിനിമ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ
പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഗോപിക ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്. കാരണം ഈ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് ബാലേട്ടൻ ഒക്കെ പണ്ട് ചെയ്ത് പിന്നെ ഡോക്ടറായി പിന്നെ സാന്ത്വനം പോലെ സീരിയൽ ചെയ്ത് അഗെയിൻ ഷീ ഈസ് ഏബിൾ ടു ഡു ഫീച്ചർ ഫിലിംസ്. അത് ഇത്രയും വലിയൊരു സിനിമയിൽ തിരക്കേടില്ലാത്ത ഒരു റോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. നമ്മൾ നന്നായി ചെയ്തു. ആൻഡ് ലോങ് വേ ടു ഗോ. ഇതൊക്കെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു കംബാക്ക് എങ്ങനെ നോക്കിക്കാണുന്നു? ഒരുപാട് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം പോവാ ബൈ 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 ബൈ. ഇല്ല, ഒരുപാട് സന്തോഷം. കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റി, ഇത്ര വലിയൊരു ക്രൂവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ചേട്ടാ ഉറപ്പായിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ മാത്രമല്ലോ, ലൈക്ക് അഭിലാഷ് ചേട്ടൻ, ജൂഹി, മാളവിക എല്ലാവരും ലൈക്ക് ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. ഒരു ഫാമിലിൻ്റെ ഒരു മൂവി പോലെയാണ് തോന്നിയത്. എന്ത് തോന്നാൻ സന്തോഷം അല്ലാണ്ട് വേറെ എന്താ തോന്നുക? സന്തോഷം തോന്നുന്നു. അതെ അതെ, പിന്നെ അങ്ങനെയല്ലേ വേണ്ടേ? അതിപ്പോ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചല്ലേ വേണ്ടേ? ഏതാ? ഇല്ല, ഇപ്പൊ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ടീമിന്റെ കൂടെ തന്നെ വിഷ്ണുവിന്റെയും അഭിലാഷിനൊക്കെ ഭയങ്കര താങ്ക്സ്. അപ്പോ അടുത്തൊരു മൂവി ഓട്ടംതുള്ളൽ മർദ്ദന സാറിന്റെ അതിപ്പോ കഴിഞ്ഞു. ഡബിങ് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ അടുത്തത് അതായിരുന്നു. ശരി, Cloud9 അത്രയും ഇതാണ് പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ. ഇതൊന്നും ഞാൻ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ഇതെന്നല്ലാതെ മൂവിയിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഓരോ മെമ്മറീസും ഞാനിങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിരിക്കുക. ഭയങ്കര സ്പെഷ്യലാണ്. ഇല്ല, ഉണ്ടാവില്ല. സിനിമയിലൊക്കെ കയറിയാൽ പെട്ടെന്ന് കല്യാണം കഴിക്കണം? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് നാണം വരുന്നു. എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഓവർ ദ മൂൺ. സിനിമ ഇതുപോലെ ഹൗസ്ഫുള്ളായിട്ട് ഓടുക എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഒരു ക്രൗഡ് വന്ന് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറയുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ആ കാര്യത്തിൽ സുമതിയോട് നല്ല അഭിപ്രായം നേടിപ്പോകും. നല്ല ഫാമിലി ഓഡിയൻസ് ഒക്കെ തിരിഞ്ഞിരിക്കുക. ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനെ പറ്റി എന്താ ഫീൽ ചെയ്യുന്നത്? ഫാമിലിക്ക് ഇഷ്ടമായിട്ടായിരിക്കും. അല്ല, ഫാമിലിക്കാണത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് പറയുന്ന കുടുംബിനികളാണ്. അതായത് വീട്ടമ്മമാരാണ് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നതും നമ്മുടെ ഓരോരുത്തർ ചെയ്ത ക്യാരക്ടറിനെ കുറിച്ചെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. ഐ മീൻ ആർക്കും ലാഗ് അടിപ്പിക്കലോ പിന്നെ നമുക്ക് 100% ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഹാപ്പിയാക്കാൻ പറ്റില്ല ഒരാളെ. ഒരു പ്രൊഡക്റ്റ് സിനിമയും അതുപോലെയാണ്. ഹെവി ഹിറ്റായ സിനിമകൾ പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എത്രയോ പേരുണ്ട്. അപ്പം പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ സുമതി വളരെ ഓവറോൾ നല്ല അഭിപ്രായം കരുതുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ക്രൗഡ് ഇത്രയും തിയേറ്ററിൽ വരുന്നത്. പടം മോശമായതുകൊണ്ട് ഒരിക്കലും ഈ നെഗറ്റീവ് റിവ്യൂസും ഒക്കെ വന്നിട്ട് പോലും ഇതുപോലെ ആൾക്കാർ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അതായത് അപ്പം സിനിമ നല്ലതാണ്. അപ്പോൾ കാണികൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ ആൾക്കാർ ഫ്രണ്ട്സിനോട് പറയുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടാണ് എല്ലാവരും സിനിമയ്ക്ക് വരുന്നത്. ഇനിയും കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് വന്ന് തിയേറ്ററിൽ തന്നെ ഈ പടം വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്. ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും അതിൻ്റെ CG ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം ആ ഒരു പാറ്റേണിൽ എല്ലാവർക്കും ഒരു എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സിനിമയെ വിജയിപ്പിക്കുക.